ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി രാജീവനെ വീണ്ടും വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ബാലേന്ദ്രൻ അലീനയെയും കൂട്ടി പോയിട്ടുണ്ടാകുമോ, അലീനയെ പിക്ക് ചെയ്തിട്ട് അവർ രണ്ടുപേരും കൃഷ്ണമോളും കൂടി ആയിരിക്കുമോ പോയിട്ടുണ്ടാകുക എന്നുള്ള ഒരു സംശയം പറയുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തോറ്റുപോയില്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് ബാലേന്ദ്രനും കൃഷ്ണമോളും പോയി, അവളും പോയി, അവരെ മൂന്നുപേരും കൂട്ടിയിട്ടാണ് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മൾ തോറ്റുപോയില്ലേ എന്നൊക്കെ വൈജയന്തി രാജീവനോട് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതൊക്കെ നിൻ്റെ വെറും സംശയങ്ങളാണ്. അയാൾ അങ്ങനെ അലീനെ വീട്ടിലേക്ക് കൊണ്ടുവരികയൊന്നുമില്ല. രാജീവൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും രാജീവിന് ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണോ ബാലേന്ദ്രൻ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുക അലീനയെ എന്നൊക്കെ സംശയിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ബാലേന്ദ്രന് അലീന ചായയും കൊണ്ട് വന്നപ്പോൾ, നിന്നെ ഇറക്കിവിട്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് പ്ലാൻ, എന്താണ് നിൻ്റെ പദ്ധതി എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, സാറിൻ്റെ കാരുണ്യത്തിലാണല്ലോ ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതം, അപ്പോൾ സാർ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ, വീട്ടിലേക്കോ, ഇനി എന്നെ ആ വീട്ടിൽ കയറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ആ വീട് ബാലേന്ദ്രൻ്റെ വീടാണ്, അതായത് എൻ്റെ വീട്. എൻ്റെ വീട്ടിലേക്ക് ആരെ കയറ്റണം ആരെ കയറ്റണ്ട എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. നിനക്ക് ആ വീട്ടിൽ സർവ്വ അധികാരങ്ങളും ഉണ്ടാകും. എൻ്റെ മക്കൾക്കുള്ള അതേ അധികാരവും അവകാശവും അഭിമാനവും നിനക്ക് ആ വീട്ടിൽ ഉണ്ടാകും. അത് ഞാൻ നിനക്ക് വാക്കു തരികയാണ് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ അലീനയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ മനസ്സ് വരുന്നില്ല അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷേ ബാലേന്ദ്രൻ പറയുകയാണ്, എന്തായാലും അങ്ങോട്ട് തന്നെ തിരിച്ചു വരണം, പക്ഷേ നല്ല പുതിയൊരു അലീനയായിട്ട്, അതായത് പഴയ പോലെ പാവത്താനെ പോലെ നിൽക്കാതെ പുതിയൊരു അലീനയായിട്ട് തിരികെ വീട്ടിലേക്ക് ചെല്ലണം എന്ന് തന്നെയാണ് ബാലേന്ദ്രൻ പറയുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ട് കൃഷ്ണമോൾ അകത്തിരുന്ന് നോക്കുന്നുണ്ട്.